ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് ബ്ലാസിയൂസ് അല്ലെങ്കിൽ സെൻറ്റ് ബ്ലെയ്സ് എന്നു പേരുള്ള ഒരു വിശുദ്ധനെയാണ്. 4-ാം നൂറ്റാണ്ടിൽ അർമേനിയയിലാണ് ആദ്യം ഡോക്ടറും പിന്നീട് ബിഷപ്പും രക്തസാക്ഷിയുമായ ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. വിവിധ രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് തൊണ്ടയിലെ രോഗങ്ങൾക്ക് സൗഖ്യത്തിനായിട്ടും പാട്ടുപാടുന്നവരുടെ മധ്യസ്ഥനായും അതുപോലെ തന്നെ മൃഗങ്ങളെ സുഖപ്പെടുത്തിയിരുന്നതുകൊണ്ട് മൃഗ ഡോക്ടേഴ്സിൻ്റെ മധ്യസ്ഥനായും തുണി നെയ്യുന്നവരുടെ മധ്യസ്ഥനായും ഈ വിശുദ്ധൻ ആദരിക്കപ്പെടുന്നു. കത്തോലിക്കരും ഓർത്തഡോക്സ് സഭയിലുള്ളവരും ആംഗ്ലിക്കൽ സഭയിലുള്ളവരും എല്ലാം തന്നെ സെൻറ്റ് ബ്ലെയ്സ് വിശുദ്ധനെ വണങ്ങുന്നു. ഈ വിശുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു കുട്ടിയുടെ തൊണ്ടയിൽ കുരുങ്ങിയ മുള്ള് അത്ഭുതകരമായി മാറ്റി സുഖപ്പെടുത്തി എന്നാണ് ചരിത്രം. ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് സെൻറ്റ് ബ്ലാസിയൂസ് വിശുദ്ധൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ബ്ലെസ്സിങ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു പ്രത്യേക തരം തിരിയാണ് ഈ ഒരു ദിവസം ബ്ലെസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അച്ഛൻ ഈ തിരി കത്തിച്ച് ഓരോരുത്തരുടെയും ആരോഗ്യത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ക്രൊയേഷ്യയുടെ സംരക്ഷണ മധ്യസ്ഥനാണ് സെൻറ്റ് ബ്ലാസിയൂസ്. കാരണം എന്തെന്നോ, BC 971 സെൻറ്റ് ബ്ലാസിയൂസ് ഒരു വൈദികന് പ്രത്യക്ഷപ്പെട്ട് ഈ രാജ്യത്തെ വെനീസ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ 1000 വർഷങ്ങളായി സെൻറ്റ് ബ്ലാസിയൂസ് അവരുടെ ശക്തനായ മധ്യസ്ഥനാണ്. ക്രൊവേഷ്യയിലെ ഡുബ്രോനിക്കിലെ ഫെബ്രുവരി 3-നുള്ള സെൻറ്റ് ബ്ലാസിയൂസ് പ്രൊസഷൻ അതിമനോഹരവും ലോകപ്രശസ്തവുമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ യുനെസ്കോ ഈ പ്രൊസഷനെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആയി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ മെക്സിക്കോയിലും സ്പെയിനിലുമെല്ലാം സെൻറ്റ് ബ്ലാസിയൂസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ബ്ലെസ് ചെയ്ത് കിട്ടുന്ന കളർഫുൾ റിബൺസ് അവർ 9 ദിവസം കഴുത്തിൽ ധരിക്കുന്നു. ഇറ്റലിയിലെ സാംബിയാജോ ബസിലിക്കയിൽ ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ പരമ്പരാഗതമായി ഇറ്റലിയിൽ കമ്പിളി നെയ്ത്ത് പതിവായുള്ള നഗരങ്ങളിൽ വിശുദ്ധ ബ്ലാസിയൂസിൻ്റെ ആഘോഷങ്ങൾ പതിവാണ്. ഇംഗ്ലണ്ടിലെ കോൺവാളിൽ സെൻറ്റ് ബ്ലെയ്സ് എന്ന പള്ളി ഈ വിശുദ്ധൻ്റെ പേരിലാണ്. അതുപോലെ അയർലൻഡിൽ നോക്ക് ഉൾപ്പെടെയുള്ള വിവിധ പള്ളികളിലും സെൻറ്റ് ബ്ലാസിയൂസ് ബ്ലെസ്സിങ് പതിവാണ്.